ഫുട്ബോൾ പ്രേമികൾ ശ്വാസം അടക്കിപ്പിടിച്ച ദിനം. ഈജിപ്തിന്റെ ഫറവോമാർ കളം ഭരിച്ച് 2 ഗോളുകൾക്ക് മുന്നിൽ നിന്ന് അർജന്റീനയെ വീഴ്ത്തിയെന്ന് ഉറപ്പിച്ച സമയം. ലോകകപ്പ് വേദിയിൽ ഒരു വൻ അട്ടിമറി നടക്കുമെന്ന് ലോകം കരുതിയ നിമിഷം. എന്നാൽ അവിടെയാണ് അർജന്റീന എന്ന ടീമിന്റെ മനക്കരുത്ത് ഫുട്ബോൾ ലോകം ഒരിക്കൽ കൂടി അറിഞ്ഞത്. കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ തോൽവിയുടെ അരികിൽ നിന്ന് മരണമാസ തിരിച്ചുവരവ് നടത്തി 3-2 വിജയം പിടിച്ചടക്കിയ അർജന്റീനയുടെ പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ ഒന്നായി മാറി. മത്സരത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടം വരെ അർജന്റീനയെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഈജിപ്ത് പുറത്തെടുത്തത്. പ്രതിരോധത്തിലെ പിഴവുകൾ മുതലാക്കി ഈജിപ്ത് 2 ഗോളുകൾക്ക് മുന്നിലെത്തിയപ്പോൾ നിലവിലെ ലോക ചാമ്പ്യന്മാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കളം നിറഞ്ഞു കളിച്ച ഈജിപ്ഷ്യൻ താരങ്ങൾ അർജന്റീനയുടെ നീക്കങ്ങളുടെ മുനയൊടിച്ചു. മെസ്സിപ്പടയെ കടുത്ത സമ്മർദ്ദത്തിലാഴ്ത്തി ഈജിപ്ത് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുമെന്ന് ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ അവസാന മിനിറ്റുകളിൽ കളി മാറി. തോൽവി സമ്മതിക്കാൻ ലയണൽ സ്കലോണിയുടെ കുട്ടികൾ തയ്യാറല്ലായിരുന്നു. തന്ത്രപരമായ മാറ്റങ്ങളോടെ കളം നിറഞ്ഞ അർജന്റീന ഈജിപ്ഷ്യൻ പ്രതിരോധ കോട്ടയിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. മെസ്സിയുടെ മാന്ത്രിക നീക്കങ്ങൾ ഈജിപ്ത് ഗോൾ മുഖത്തെ വിറപ്പിച്ചു. 2ാം പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ 14 മിനിറ്റിനിടെയാണ് അർജന്റീനയുടെ 3 ഗോളുകളും പിറന്നത്. 79ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് മെസ്സി ഉയർത്തി നൽകിയ പന്ത് പോസ്റ്റിന് തൊട്ടു മുന്നിൽ നിന്ന ക്രിസ്റ്റ്യാനോ റൊമാരോ ഹെഡ് ചെയ്ത് വലയിലെത്തിച്ചു. തീർന്നില്ല, തൊട്ടു പിന്നാലെ 83ാം മിനിറ്റിൽ സാക്ഷാൽ മെസ്സി അവതരിച്ചു. ബോക്സിനകത്ത് വെച്ച് ഈജിപ്ത് ഡിഫൻഡർമാരെ വെട്ടിച്ച് സഹതാരങ്ങൾ കൈമാറിയ പന്ത് മെസ്സിയുടെ കാലിലേക്ക്. പിന്നാലെ വെടിയുണ്ട പോലൊരു ഷോട്ട് വലയിലേക്ക്. സ്റ്റേഡിയം വിറകൊണ്ടു. പെനാൽറ്റി നഷ്ടപ്പെട്ടതിന് പഴികേട്ട മെസ്സിയുടെ വീരോചിത തിരിച്ചുവരവ്. കളി ഇഞ്ചുറി ടൈമിലേക്ക്. 93ാം മിനിറ്റിൽ ആകാംക്ഷയുടെ മുനമ്പിൽ നിന്ന സ്റ്റേഡിയത്തിലേക്ക് ഒരു മാന്ത്രിക നിമിഷം പിറവികൊണ്ടു. അർജന്റീനയുടെ പോസ്റ്റിൽ നിന്ന് തട്ടിമാറ്റിയ പന്ത് പിടിച്ചെടുത്ത് ലൗട്ടാരോ മാർട്ടിനസ് മുന്നോട്ട്. ഈജിപ്തിന്റെ ബോക്സിന് പുറത്തുനിന്ന് ഉയർത്തി നൽകിയ പാസ് പോസ്റ്റിന് മുന്നിൽ നിന്ന എൻസോ ഫെർണാസിലേക്ക്. മിന്നൽ പോലെ തലകൊണ്ട ഒരു ഷോട്ട്. ആ നീലയും വെള്ളയും ചേർന്ന ജേഴ്സി ഹൃദയത്തോട് ചേർത്ത് വെച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. കണ്ണീരിന്റെ വക്കോളം എത്തിയ ആരാധകരെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ വിജയ ഗോൾ ഈജിപ്ഷ്യൻ വലയിലേക്ക് തുളച്ചു കയറി. അത് വെറും ഒരു ഗോൾ ആയിരുന്നില്ല, ഒരു ജനതയുടെ മുഴുവൻ പ്രാർത്ഥനകളുടെയും ആത്മാഭിമാനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പന്ത് വലയിൽ ചെന്ന് തൊട്ട ആ സെക്കൻഡിൽ ഗാലറിയിൽ ഉയർന്നത് ഒരു ജനതയുടെ മുഴുവൻ ആത്മാവിൽ നിന്നുള്ള ആർത്തനാദമായിരുന്നു. കമന്റേറ്റർമാരുടെ തൊണ്ടയിടറി. കാണികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അർജന്റീനൻ താരങ്ങൾ ഒന്നിച്ച് ആ മൈതാനത്ത് കമിഴ്ന്നു വീണ് ആനന്ദ കണ്ണീരൊഴുക്കി. തകർന്നടിഞ്ഞു എന്ന് കരുതിയിടത്തു നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന അർജന്റീന. ഫുട്ബോൾ ലോകം അടുത്ത കാലത്തൊന്നും കാണാത്ത അത്രയും നാടകീയത നിറഞ്ഞ ഒരു അവിശ്വസനീയ ത്രില്ലർ. 2 ഗോളുകൾക്ക് പിന്നിൽ പോയ ശേഷം കടുത്ത സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് 3-2 മത്സരം ജയിച്ചു കയറിയ മെസ്സിയും സംഘവും തങ്ങൾ എന്തുകൊണ്ട് ലോക ചാമ്പ്യന്മാരായതെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഒരു ചാമ്പ്യൻ ടീമിന്റെ യഥാർത്ഥ ലക്ഷണം എന്നത് പ്രതിസന്ധികളിൽ തളരാതെ പോരാടുക എന്നതാണ്. കാലം എത്ര കഴിഞ്ഞാലും ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ മങ്ങാതെ നിൽക്കും ഈ വീരോചിതമായ തിരിച്ചുവരവ്.